അമ്മയ്ക്കറിയില്ലേ, ഇതാണ് മാലിനി. ആ, എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. വാ, അകത്തേക്കിരിക്കാം. വന്നാട്ടെ. ഇരിക്ക്. അപ്പോ അമ്മ മറന്നിട്ടില്ല? അങ്ങനെ മറക്കാൻ പറ്റുമോ? ഒന്നും മറക്കുന്നവളല്ല ഞാൻ. ഞാൻ പക്ഷേ പലതും മറന്നുപോയി അമ്മേ. തിരക്കായിരുന്നല്ലോ. ആ തിരക്കിനിടയില് ഈ നാടുമായിട്ട് ബന്ധമുള്ള പലതും എനിക്ക് കൈമോശം വന്നു. അപ്പോഴും മറക്കാത്തൊരു മുഖം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളില്. നിരഞ്ജന്റെ. വിദേശത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നു. പണ്ടും ഞാൻ ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ നിരാശപ്പെടുമെന്ന് കരുതി. ദൈവം കരുണ കാണിച്ചിട്ടാവണം. കണ്ടു, മിണ്ടി. ഇപ്പതാ ഇവിടെ അമ്മയുടെ മുമ്പിലിരിക്കുന്നു. അതൊരു ഭാഗ്യല്ലേ അമ്മേ? നാട്ടിലേക്ക് വന്നിട്ട് എത്രയായി? 6 മാസം. ഞാൻ നിന്നോടല്ല ചോദിച്ചത്. 6 മാസം തന്നെ അമ്മേ. 1-2 മാസം വെറുതെ ഇരുന്നു. പിന്നെ ടൂറ് പോയി അമ്പലങ്ങളിലേക്ക്. ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ട് അധികം ആയിട്ടില്ല. മാലിനിയുടെ കുടുംബം? കുടുംബം എനിക്കിപ്പോ ആരുമില്ല. തനിച്ച, ഒറ്റയ്ക്ക്. ഒരു കണക്കിന് അതാ സുഖം. ചോദിക്കാനും പറയാനും ആരുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ആരോടും ആൻസറബിൾ അല്ല. അത് സുഖമാണെന്ന് തോന്നുന്നുണ്ടോ മാലിനിക്ക് ആ അവസ്ഥ? എന്ന് ചോദിച്ചാ ഞാനിപ്പോ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു. എല്ലാത്തിലും ഉണ്ടല്ലോ അമ്മേ നല്ലതും ചീത്തയും. അത് എന്റെ ജീവിതത്തിലും ഉണ്ട്. ഭർത്താവും കുട്ടികളും ഒക്കെ? കല്യാണം കഴിച്ചല്ലേ ഇതുവരെ. പറ്റിയ ആരെയും കിട്ടിയില്ല. ജീവിതത്തിൽ ഏതൊരു പെണ്ണും ഒരാളെ മാത്രമേ സ്നേഹിക്കുന്ന ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരിൽ അയാളെ തന്നെ ആയിരിക്കും തിരയുക. ഞാൻ തെരഞ്ഞു നോക്കി, കിട്ടണ്ടേ. പകരം വേറൊരാളില്ല. ഞാനെന്തേ? മാലിനി ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ ഒന്നിങ്ങ് വന്നേ. എന്താ വാ. ഞാനിപ്പോ വരാം. എന്താ നീ എന്ത് ഭാവിച്ചാ ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അതിനെന്താ നിനക്ക് ഇത്ര ബോധമില്ലാതായി പോയല്ലോ മോനെ. ആരെങ്കിലും കണ്ടാ എന്തു വിചാരിക്കും? അല്ലെങ്കിൽ തന്നെ അസൂയക്കാരെ കൊണ്ട് ഇരിക്കാൻ വയ്യ.